പ്രിയരേ, ഞാൻ ആരെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. ക്രിസ്തു ഒരിക്കൽ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് ചിന്തിക്കുന്ന ആ ഒരു പദവിയിലല്ല ഞാൻ നിസ്സാരനായ ഒരു മനുഷ്യനാണ്. എന്നാൽ ഉള്ള കാര്യം തുറന്ന് പറയുന്നതിൽ എനിക്ക് ശത്രുക്കൾ ഒരുപാടാണ്. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ കള്ളത്തിലും കാപട്യം കാണിച്ച് ജീവിക്കുന്ന സമുദായങ്ങളാണ് കൂടുതലും. അതിനെക്കുറിച്ച് ഞാൻ ആരുടെയും പേരെടുക്കുന്നില്ല. മക്കളെ, ഞാനൊരു കാര്യം ഈ ഓർത്തോ സഭയിലെ വിശ്വാസികളോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, കുറച്ച് കാലം ചെയ്ത ബാബ വളരെ നല്ലവരാണെന്നും പറഞ്ഞ് വലിയ ഇപ്പോൾ ആഘോഷങ്ങൾ, ഞാൻ പറഞ്ഞോ, ക്രിസ്തു ഒരിക്കലേ ജനിച്ചുള്ളൂ, ക്രിസ്തു ഒരിക്കലേ മരിച്ചുള്ളൂ. പക്ഷേ തന്തയ്ക്ക് വർക്കാത്തിമാർ മരിച്ച് ജീവിച്ചത് എല്ലാം ആഘോഷങ്ങൾ. നിങ്ങൾ ആരാ വിശ്വസിക്കുന്നത്? ക്രിസ്തുവിലാണോ? ഞാൻ ചോദിക്കാം, ഈ നിങ്ങൾ ആഘോഷിക്കുന്ന ഏത് ബെത്താരുടെ പുരോഹിതൻ അവരാരായിരുന്നു എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം തരും? കഴിഞ്ഞ കാലം ക്യാൻസർ വന്ന് പരമന ഹോസ്പിറ്റലിൽ മരിച്ച ബെത്താനെ കുറിച്ച് വലിയ വിളക്കി എടുക്കുന്നുണ്ട്. ആ ജന്മവാസി, ഞാൻ ഒരു കാര്യം പറയാം. ദൈവം പറഞ്ഞത് ആരോടെ? ശിഷ്യന്മാരോട്, നിങ്ങൾ അന്യോന്യം സേവിപ്പിൻ. ആദ്യ പുരോഹിത വർഗം കാത്തു സൂക്ഷിക്കുന്നത്. കാരണം വ്യഭിചാരം ചെയ്താൽ എന്ത് ചെയ്യാനും സന്തോഷമേ അവർക്കുള്ളൂ. വേണ്ട, അതല്ല. ക്യാൻസർ വന്ന് മരിച്ച മെത്രാൻ, അവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയണോ? അവൻ്റെ ചിന്താഗതിയിൽ ആടുകൾ വേണ്ട, ഇടയൻ മാത്രം മതി. ആടുകൾ ഇല്ലാതെ പോകാനും പ്രശ്നമില്ല. ഇടയന്മാർക്ക് ജീവിതം വേണം. ആണ്ട് പുത്തയ്ക്കാവിത്തന്നെ ഞാനത് കണ്ടതാണ്. ഒരു പുരോഹിതൻ വീട് സന്ദർശിച്ച് ചെന്നിട്ട് അവിടെ ആ മന്ത്രിച്ചു, നിങ്ങളേത് പള്ളിയിലാണ്? ഞങ്ങൾ ഇന്ന പള്ളിയാണ്. എവിടെ കുർബാനയ്ക്ക് പോകുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, രാവിലെ ഞാൻ ചെന്ന് ബസ് സ്റ്റോപ്പിലേക്കും കിഴക്കോട്ടുള്ള വണ്ടിയാണ് വരുന്നെങ്കിൽ അത് കയറി എവിടെയെങ്കിലും കുർബാന കാണും, പടിഞ്ഞാട്ടുള്ളതെങ്കിൽ അവിടെയും. അത് കുഴപ്പമില്ല, നിങ്ങൾ ആരും വന്നില്ലെങ്കിൽ ഞാൻ കുർബാന അർപ്പിക്കും. ആരെ കാണിക്കുക? കുർബാന ആർക്ക് വേണ്ടിയാണ്? ദൈവം ആർക്ക് വേണ്ടിയാണ് അപ്പവും ബീജും മാറ്റി കൊടുത്തത്? അത് വേണ്ട. പിന്നെ ഈ തന്തയ്ക്ക് വർക്കാത്ത യൗവന്മാര് ആർക്ക് വേണ്ടി കുർബാന അർപ്പിക്കുന്നു? നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ കുർബാന അർപ്പിക്കും. ആർക്ക് വേണ്ടി? ആ വേവിച്ച് പഞ്ചാര ഇട്ടിട്ട് അത് സുഖമായിട്ട് ജീവിക്കാറുണ്ട്. ഞാൻ പറയാമല്ലോ,
പൂത്തയ്ക്ക ഓർത്തഡോക്സ് പള്ളിയിലെ കഴിവുള്ള പുരോഹിതന്മാരെ ഇതുവരെ വന്നുമാരുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. യുവമാരൊക്കെ സ്വാർത്ഥ താല്പര്യരാണ്. ഇപ്പോഴുള്ള ഫാദർ തോമസ് അമയില ഏത് തെറ്റുവാസിയാലും അവനോട് പോലും ഞാൻ പറഞ്ഞ പള്ളിയുടെ കാര്യം നോക്കാതെ പള്ളി നശിച്ചു പോകുന്നത് കണ്ടു വരുങ്ങാതെ അവനിപ്പം ഉണ്ടാക്കിയ പാസ്റ്ററേജ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ കാര്യങ്ങളൊന്നും ഇടപെട്ടില്ല. ഈ പാസ്റ്ററേജിൽ അതായത് മർത്തോമാ സഭ എന്ന് പറഞ്ഞാൽ പള്ളിയോട് അടുത്ത് വരെ പാസ്റ്ററേജുണ്ട്. പുരോഹിതനും ഭാര്യയ്ക്കും താമസത്തിനായിട്ട് അവരെപ്പോഴും പുരോഹിതൻ അവിടെ സന്നിധിയായിരിക്കും. ഇവിടെ പുത്തയ്ക്ക സെന്റ് മേരീസ് കത്തീഡ്രലിൻ്റെ ഇപ്പോൾ അല്പ സ്ഥലമുള്ളത് പാസ്റ്ററേറ്റ് ഉണ്ടാക്കുക. അവർ ഞാൻ ആ പുരോഹിതന്മാർ കൂടുതൽ ഞാൻ ചോദിക്കുന്നില്ല. ഇവർക്ക് അവിടെ സൗകര്യങ്ങളുണ്ട്. ഇവർ കുർബാനയ്ക്ക് ഒരു ദിവസം മുമ്പെങ്കിലും അവിടെ വന്ന് താമസിച്ച് വ്രതമായിട്ട് അവിടെ കുർബാന അർപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഇനി പാസ്റ്ററേജ് ആ സന്ധിയിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആരെന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞുതരാം. ഈ മാർക്സിക്കാനുണ്ട്. ഇവരെ 2 വികാരിമാരുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാൾ അവിടെ താമസിക്കുമോ? ഒരാൾ താമസിച്ച ഫാമിലിയുമായിട്ട് അവിടെ സ്ഥിരമുണ്ടാക്കുമോ? ഇല്ല. അവിടെ എന്താ നടക്കുന്നത്? ഒരു പുരോഹിതൻ കാണും, പിന്നെ ബാക്കി കാര്യം ഞാൻ പറയുന്നില്ല. ഇതൊക്കെയാണ് ഓർത്തഡോക്സ് സഭയിൽ നടക്കുന്നത്. പുത്തയ്ക്ക പള്ളിയിലെ ഏതെങ്കിലും ജനവാസി എന്നോട് ചോദിക്കട്ടെ, കമ്മിറ്റിയോ അല്ലെങ്കിൽ വികാരിയോട് ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, അവരിത് ഓർമ്മ കാണത്തില്ല. ട്രസ്റ്റിയോ സെക്രട്ടറി നിന്നോട് ചോദിക്കരുത്. കാരണം ആ വെള്ളം വിറ്റ് കാശുണ്ടാക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ ആത്മീയ പ്രവർത്തനമാണോ ചെയ്യുന്നത്? ഇപ്പോൾ അവിടെ പാസ്റ്ററേജ് പണിയുന്നു. ആർക്ക് താമസിക്കാതെ ഏത് പുരോഹിതൻ ഒരു പുരോഹിതൻ പാസ്റ്ററേജ് താമസിക്കുന്നത് അവരുടെ ഫാമിലി അവിടെ ഇല്ലെങ്കിൽ പിന്നെ കാര്യം ഇനിയും നാം ലൈവിൽ കാണാം എന്തുവാന്നുള്ളത്.